നമസ്കാരം. ഒരു പുഴ ഉണ്ടായിരുന്നു. ആ പുഴയുടെ തീരത്ത് ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ ഒരു കൊറ്റി താമസിച്ചിരുന്നു. ആ കൊറ്റി ഒരു കൂടുണ്ടാക്കി. ആ കൂട്ടിൽ നിറയെ മുട്ടകളിട്ടു. കുട്ടികളുണ്ടായി. പക്ഷേ ആ മരത്തിൻ്റെ ചോട്ടിൽ ഒരു കൃഷ്ണസർപ്പം താമസിച്ചിരുന്നു. ആ സർപ്പം എന്ത് ചെയ്യുന്നറിയോ? ഈ കൊറ്റിയുടെ കുട്ടികളുണ്ടായാൽ അപ്പം കയറും മുകളിലേക്ക്. മുകളിൽ കയറിയിട്ട് ആ കുട്ടികളെ ഓരോന്നോരോന്നായിട്ട് മുഴുവനും തിന്ന് നശിപ്പിക്കും. ആ കൊറ്റിക്ക് ഒരു കുട്ടികളും ഉണ്ടാകാൻ സമ്മതിക്കില്ല. അപ്പോൾ ഒരു ദിവസം ആ കൊറ്റി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എവിടെ? പുഴയുടെ വക്കത്ത്. നിങ്ങൾക്കറിയാലോ അല്ലേ, കൊറ്റികൾ മീനുകളെയും ഞണ്ടുകളെയും ഒക്കെ തിന്നുകയാണ് ചെയ്യുക. പക്ഷേ ഈ പുഴയിലിങ്ങനെ നിറയെ ഞണ്ടുകളും മീനുകളും ഒന്നും പോയിട്ടും അതൊന്നും ശ്രദ്ധിക്കാണ്ട് വിഷമിച്ചിരിക്കുകയാണ് ഈ കൊറ്റി. അതൊരാൾ നോക്കി ഇങ്ങനെ കണ്ടായിരുന്നു. ആരറിയോ? ഒരു ഞണ്ട്. അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ഞണ്ട് പതുക്കെ ഈ കൊറ്റിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് കൊറ്റിയോട് ചോദിച്ചു, അല്ല കൊറ്റി ചേട്ടാ, എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കണേ ചോദിച്ചു. അപ്പോൾ കൊറ്റി പറഞ്ഞു, എൻ്റെ കുട്ടികളൊക്കെ ഈ മരത്തിൻ്റെ ചുവട്ടിലുള്ള കൃഷ്ണസർപ്പം തിന്നാണ്. എനിക്കൊരു കുട്ടി ഉണ്ടാവാൻ പോലും സമ്മതിക്കണില്ല. പിന്നെ ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കുക ചോദിച്ചു. അപ്പം ഞണ്ട് പറഞ്ഞു, സംഗതി വാസ്തവമാണ്. അങ്ങനെ ആകുമ്പോൾ വിഷമം തന്നെയാണ് ഏതമ്മയ്ക്കും. പക്ഷെ ഒപ്പം ഞണ്ട് മനസ്സിൽ വിചാരിച്ചൊരു കാര്യം എന്താ അറിയോ? ഈ കൊറ്റിക്ക് കുട്ടികളുണ്ടായാൽ കുട്ടികൾ വലുതാവും, അവർക്ക് കുട്ടികളുണ്ടാവും, പിന്നെ അവറ്റേയും വലുതാവും, അവർക്കും കുട്ടികളുണ്ടാവും. അങ്ങനെ ആ മരത്തിൽ നിറയെ കുറ്റികളാവും. അപ്പോൾ ഈ കൊറ്റികളുടെ ഭക്ഷണം എന്താ? ഞണ്ടുകളും മീനുകളും ഒക്കെ തന്നെയാണ് അല്ലേ? അപ്പോൾ എൻ്റെ കുലം മുഴുവൻ നശിക്കും, എൻ്റെ മക്കളൊക്കെ തിന്നും, എന്നെയും തിന്നും, എൻ്റെ കൂട്ടുകാരായിട്ടുള്ള മത്സ്യങ്ങളെയും തിന്നും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കൊറ്റിയെ തന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ പറ്റുമോ നോക്കണം. അതാണ് ആര് ചിന്തിച്ചത്? നമ്മുടെ ഞണ്ട് ചിന്തിച്ചത്. അവൻ എന്തു പറഞ്ഞു? ശരി, ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. എന്താ സൂത്രം എന്നറിയോ? ഈ മരത്തിൻ്റെ കുറേ അപ്പുറത്ത് വേറെ വലിയൊരു ആൽമരമുണ്ട്. ആ ആൽമരത്തിനുണ്ട് ഇതുപോലെ അടിയിലൊരു പൊത്ത്. ആ പൊത്തിൽ ഒരു കീരി താമസിക്കുന്നുണ്ട്. നിനക്കറിയാലോ, കീരിയും പാമ്പും ശത്രുക്കളാണെന്ന്. ഈ പാമ്പിനെ കണ്ടാൽ ഒരു സംശയവും വേണ്ട, കീരി അതിനെ തിന്നിരിക്കും, അല്ലെങ്കിൽ കൊന്നിരിക്കും. അപ്പോൾ നീ എന്ത് ചെയ്യണം? കുറച്ച് മത്സ്യങ്ങളെ പിടിക്കണം. എന്നിട്ട് അതിനെ കഷ്ണാക്കിയിട്ട് ഈ കീരിയുടെ വീട് മാളം മുതൽ പാമ്പിൻ്റെ മാളം വരെ ഇടണം. അപ്പോൾ എന്തുണ്ടാവും? ആ മത്സ്യത്തിൻ്റെ മണം കാരണം കീരി അതിനെ തിന്ന് എവിടെ എത്തും? സർപ്പത്തിൻ്റെ മാളത്തിലെത്തും. അപ്പോൾ ആ സർപ്പത്തിനെ കാണും. സർപ്പത്തിനെ കണ്ടാൽ കീരി അതിനെ കൊല്ലും. അപ്പോൾ പിന്നെ നിനക്കും നിൻ്റെ കുടുംബത്തിനും സുഖവും എന്ന് തോന്നും. ചെയ്യാം എന്ന് തോന്നും. അങ്ങനെ പിന്നത്തെ തവണ മുട്ട വിരിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ആയപ്പോൾ ഇതെന്ത് ചെയ്തു? കൊറ്റി ഇതേപോലെ മത്സ്യങ്ങളെ പിടിച്ച് കഷ്ണങ്ങളാക്കി അങ്ങനെ വെതറിയിട്ട് കൊടുത്തു. അങ്ങനെ കീരി മത്സ്യത്തിന് തിന്ന് എവിടെ എത്തി? ആ മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ പാമ്പിനെ കണ്ടു. പാമ്പിനെ കൊന്നു കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് നല്ല കുട്ടികളുടെ ഇറച്ചിയുടെ മണവും ശബ്ദവും ഒക്കെ. കീരി വലിഞ്ഞു കയറി മുകളിലേക്ക്. ഒരു പ്രശ്നം ഉണ്ടായില്ല. അവൻ ആ കൊറ്റിക്കുട്ടികളെ മുഴുവൻ പിടിച്ച് തിന്നു. അവൻ സുഖമായിട്ട് ഇറങ്ങിപ്പോയി. കൊറ്റിക്ക് വലിയ സങ്കടമായി. മാത്രമല്ല കൂടൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. പാമ്പാകുമ്പോൾ അതൊന്നും ചെയ്തായിരുന്നില്ല. പിന്നത്തെ തവണയും കൊറ്റി മുട്ടയിട്ടപ്പോൾ വീണ്ടും കീരി വന്നു. അപ്പം എന്ത് ചെയ്തു? പതുക്കെ വിചാരിച്ചു, ഇത് ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയാവില്ല, നമുക്ക് ഈ മരത്തുനിന്ന് മാറി വേറെ എവിടെയെങ്കിലും ദൂരെ പോയി താമസിക്കാം എന്ന് കൊറ്റി തീരുമാനിച്ചു. അങ്ങനെ ആ കൊറ്റി അവിടുന്ന് താമസം മാറിപ്പോയി. അങ്ങനെ പുഴയിലുള്ള മത്സ്യങ്ങളും ഞണ്ടുകളും ഒക്കെ
രക്ഷപ്പെട്ടു. അവരൊക്കെ കൂടി അവിടെ സന്തോഷമായിട്ട് സുഖമായിട്ട് പിന്നെ ജീവിച്ചു. ഓക്കേ.